ഞാൻ തീരുമാനിക്കണം ഞാൻ എന്തായി തീർന്നു ഇല്ലേ. ഉപദേശിക്കാം ഒക്കെ ചെയ്യാം. എന്നിട്ട് ആ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പം മാറ്റി നിർത്തി സംസാരിക്കാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കത് പറ്റിയല്ല. ഇതിനകത്തോട് ഓടണം അവർ തന്ന കഞ്ഞിയുടെ. നിന്റെ മതത്തേക്കാൾ കൂടുതൽ നീ അന്യമതക്കാരെ അല്ലെങ്കിൽ മതത്തെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് ഇടവും കൊടുക്കണമെന്ന് പറയണേ. അത് തന്നെ ദൈവത്തിൻ്റെ അടുത്തൊക്കെ അക്രമം കാണിക്കുന്ന കാലം നോക്കി ദൈവം. പിന്നെ എന്തോരം ആൾക്കാർ അവർ ആവലാതി പറയുന്ന സ്ഥലമാണ്. പിന്നെ 5-ാം പാതിരേ ലൂയിസ് അത് ഡബ്ബിങ്ങിന് പോയി. ഞാൻ ദുരിതപ്പെട്ടു ഡബ് ചെയ്തിട്ട് ഡബ് ചെയ്യൂല. അത് ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ദൈവമേ, ഞാനും ഇന്ദ്രൻസേട്ടൻ്റെ നല്ല കൂട്ടെന്നാണ് എനിക്ക് തോന്നണേ. അത്ര കൂട്ടാട്ടോ കൊച്ചുറമേട്ടൻ. ഞങ്ങൾ വലിയ കൂട്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ കോമഡി കേൾക്കാൻ വേണ്ടി വിളിച്ച് ഇവിടെ ദേഹബലം താളെങ്കാലവർ വേഗത്തെ തന്നിടുവാൻ, പാദബലം താളെങ്കാലവരും പാതയെ കാട്ടിടുവാൻ, നല്ല പാദത്തെ കാട്ടിടുവാൻ. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ഷിനിഗാമിലൊക്കെ കൂടെ അധികം ഇരിക്കുന്നത് ഇന്ദ്രൻസേട്ടനാണ്. ഇന്ദ്രൻസേട്ടൻ കാലൻ ഈ പറഞ്ഞ സാറിലും മറ്റേനും അതിലൊക്കെ പിന്നെ ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഒരു ഇന്ദ്രനുമായിട്ടും വളരെ സൗഹൃദമാണോ? എൻ്റെ ദൈവമേ, ഞാനും ഇന്ദ്രൻസേട്ടൻ്റെ നല്ല കൂട്ടെന്നാണ് എനിക്ക് തോന്നണേ. അത്ര കൂട്ടാട്ടോ, അത്ര കൂട്ടാ. ചേച്ചി പിള്ളേരൊക്കെ ആയിട്ട് അങ്ങോട്ട് സംസാരം. ചേട്ടനപ്പോൾ ഒന്നര ഇടയ്ക്ക് ഞാൻ വിളിക്കും, അങ്ങനെ വിളിച്ചു. അതെല്ലാം പറഞ്ഞ എനിക്ക് മെസ്സേജൊക്കെ. അപ്പോൾ ഞങ്ങൾ കണ്ട അന്ന് മുതൽ, അദ്ദേഹത്തിനെ പരിചയപ്പെട്ട അന്ന് മുതൽ കണ്ടെന്ന് പരിചയപ്പെടുന്നത് അണ്ണാർക്കണ്ണൻ തന്നാലായതില്ല. അതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, വലിയ പരിചയമില്ല. അണ്ണാർക്കണ്ണൻ തന്നാലായതും മണിയുടെ പടം നടക്കുന്ന സമയത്ത് കമ്പനി. ആ കമ്പനി ഇപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് വരെ നല്ല സൗഹൃദം തന്നെ. അതായത് നല്ല സൗഹൃദം കേട്ടോ, നല്ല സൗഹൃദം. അതായത് നമ്മൾ എല്ലാം തുറന്ന് സംസാരിക്കുന്ന ഒരു ബന്ധം. അങ്ങനെ ഒരാളുണ്ടായിരുന്നു മരിച്ചു. അത് ഒരു നഷ്ടമായി. കൊച്ചേട്ടൻ, കൊച്ചുറമേട്ടൻ. ഞങ്ങൾ വലിയ കൂട്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ കോമഡി കേൾക്കാൻ വേണ്ടി വിളിച്ച് ഇവിടെ മൂക്കൊക്കെ മറ്റേ യവനുണ്ടല്ലോ മറ്റേ കോമഡി കളിക്കുന്ന യവൻ എന്ന് ആലോചിക്കും. അപ്പം നമ്മൾ 3-4 പേര് പറയും. ഈ കൊച്ചേട്ടന് 2 സ്വരമുണ്ട് കേട്ടുണ്ടോ? ആ കൊച്ചേട്ടന് 2 സ്വരമുണ്ട്. എടാ വലിയ കോമഡി കളിയുന്ന അവൻ്റെ. അപ്പം നമ്മൾ പറയും സോളമൻ, അതല്ല മറ്റേ രാജേഷ്, ഉള്ള അവൻ തന്നെ അവൻ തന്നെ മനസ്സിലാവുമ്പോൾ ഈ ടോൺ പോയിട്ട് അവൻ തന്നെ എന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും കേൾക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. അത് പിന്നെ പോയി. ജയസൂര്യായിട്ടുള്ളൊരു സ്ക്രീൻ സ്പേസ് ഞാൻ അത് മറ്റേ ഇത് ഈശോ പിഗ്മാനിലും പിഗ്മാൻ ഈശോ. പിന്നെ ഇത് ജയൻ്റെ പടം ഇതുണ്ടല്ലോ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം. അതെ, ജയൻ്റെ കുറേ പടം ഞാൻ ചെയ്തത് ജയനുമായിട്ടും സൗഹൃദം. പിന്നെ ഇത് ഇത്തവണ മാജിക് മഷ്റൂമിൻ്റെ ഇതിൽ കണ്ടിട്ട് അയ്യോ കൊച്ചനൊക്കെ നമ്മളെ കണ്ടു കഴിയുമ്പോഴത്തേന് പഴയ അത് തന്നെ. എന്നുവെച്ചാൽ നമ്മളൊക്കെ മിമിക്രിയിൽ ഭയങ്കര ഇത് നടക്കുമ്പം ചാൻസും ചോദിച്ചാൽ ഒരു ചെരുപ്പ് വെച്ച് തീർത്ത ഒത്തിരി. ഞാൻ ഈ തൃപ്പൂണിത്തുറയിലൊക്കെ ചില അമ്പലത്തിലെ പരിപാടിക്ക് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പഠന സാറിൻ്റെ മൂത്ത മോനും ജയനും കൂടെ അവിടെയൊക്കെ ഒരു തോളിൽ സജ്ജീവിച്ചിട്ട് അബീക്കനെ ഒന്ന് കാണാൻ അബീക്കൻ. അത് ജയനും അറിയാം. നമ്മൾ ജയൻ ഒത്തിരി ചാൻസ് ചോദിച്ചു നടന്നിട്ടുള്ള ആളാണ് ജയനെ. പക്ഷേ ഒന്ന് നോക്കി ചോദിച്ചാലേ കിട്ടുള്ളൂ. ചോദിച്ചാലേ കിട്ടുള്ളൂ എന്ന് നിയമമുണ്ടല്ലോ. ചോദിക്കാതെ ഇപ്പം ഇവിടെ കുറേ ചക്ക കാച്ചു കിടക്കുക, ചക്കയില്ലാതെ സ്ഥിതിയിൽ ഞാൻ ഇപ്പം ചെന്നിട്ട് വെള്ളം വിട്ടിട്ട് കാര്യമില്ല. ഞാൻ ചെന്ന് ചോദിക്കണം. ഞാൻ ചെന്ന് ചേട്ടാ ഒരു എന്താ വന്നതെന്ന് ചോദിക്കും. ചിലപ്പം ഗേറ്റ് തുറക്കുമ്പോൾ ചക്കയില്ലാത്ത സീസണിലാട്ടോ. ചക്കയില്ല അവിടെ ഒരു നമ്മൾ പോയപ്പോൾ 2 കിട്ടാൻ പിള്ളേർക്ക് പുഴുങ്ങി കൊടുക്കാറുണ്ട്. വീട്ടിൽ പോയി നമ്മൾ പണി സാധനം വെച്ചിട്ട് ഷർട്ട് വരുമ്പോഴത്തേനും വാതിലയിൽ 2 ചക്ക വന്നിട്ട് എന്നെ പുഴുങ്ങി തിന്നു എന്ന് പറയില്ല. നമ്മുടെ ചക്ക കണ്ടു, അവിടെ ഗേറ്റ് തുറന്നു, ബെല്ലടിച്ചു. ഇപ്പോൾ ഒരാൾ എന്താ ആരാ ഗേറ്റ് വിട്ടെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഞാൻ ഒരു ചക്കയല്ല പലതും ഇവിടെ ഉണ്ടാവും ഇങ്ങനെ കാണിക്കുമായിരിക്കും. അതല്ലേ അവിടെ ഉണ്ടാവുള്ളൂ. ചോദിച്ചാൽ അയാൾ അടിച്ചു കൊല്ലുമൊന്നുമില്ലോ ഇല്ല. എന്നാ അത് ഒന്നുകൂടെ റിപ്പീറ്റ്. ആരാ ചോദിച്ചു. അല്ല ഞാൻ ചക്ക കിടക്കുന്നുണ്ട് 2 കിട്ടിയാൽ മക്കൾക്ക് കൊടുക്കാം. സാധാരണ അതിന് 2 ചക്ക എടുത്തത് പുറത്ത് കെട്ടിക്കൊടുത്തേ.
ഒരെണ്ണം ചോദിച്ചു, 2 എണ്ണം കമ്പേ കുറച്ച് തലയെ വെച്ച് കൊടുത്തു. വേണമെങ്കിൽ ആ തൊടിയിൽ നിന്ന് ചുവന്നുകൊണ്ടും കൂടെ കൊടുക്കും. ഉയർന്ന ശമ്പളവും മികച്ച കരിയറുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? Join Axions. Get trained, get placed. അപ്പം ചോദിച്ചപ്പോൾ കിട്ടി. അപ്പം ജയൻ അങ്ങനെ ചോദിച്ചു. ഇനി ചോദിക്കേണ്ട ആവശ്യമില്ല, ഇനി ജയനോട് ചോദിച്ചോളൂ. അല്ല, ഇങ്ങനെ ചേട്ടൻ ചോദിക്കാറുണ്ടോ ചാൻസുകൾ? ഞാൻ എൻ്റെ ഉള്ള കാര്യം ഞാൻ പറയട്ടെ. എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ അന്നേരം നിങ്ങൾ ചോദിക്കില്ല ആരോട് ചോദിച്ചു എന്ന്. ഞാൻ അടയാളം പറയണ്ടേ. ഞാൻ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് അത് എനിക്ക് ദൈവം തന്ന സ്വഭാവത്തിൻ്റെയൊക്കെ ആയിരിക്കും നമ്മൾ ഇടപെടുന്നതൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം, നമുക്കറിയില്ലല്ലോ. നമ്മളെക്കുറിച്ച് എന്നാ പുറത്ത് പറയുന്നത് നമുക്കറിയില്ല. ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ആദ്യമായിട്ടൊരു സ്ഥലത്ത് ചാൻസ് വെച്ച് കലാഭവൻ എനിക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ട്രോഫി കളിക്കണം. ഇതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു അടുത്ത ഞങ്ങളൊരു സാധനം നമ്മളെ കൂടെ ഉണ്ടോ അങ്ങനെ ഇതിലൂടെ അല്ലാതെ നമ്മൾ ഫോൺ അറിയുന്നു. പിന്നെ ദൈവകാരുണ്യം കൊണ്ട് അങ്ങനെ സമയവും വർക്കുള്ളപ്പോൾ പിന്നെ തരുന്നുണ്ട്. അതന്നെ വർക്കുണ്ട്. വർക്കില്ല എന്ന് ഞാൻ പറയാൻ അങ്ങനെ അല്ല. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാരണം നേരത്തെ കയ്യപ്പ് പറഞ്ഞ പോലെ നമ്മുടെ കെട്ടിയോളാണ് എൻ്റെ മാലയിലെ ഒരു കഥാപാത്രം. അതിൽ 5-ാം പാതിരയിലെ ലൂയിസ് അത് ഡബ്ബിങ്ങിന് പോയി. ഞാൻ ദുരിതപ്പെട്ട് ഡബ് ചെയ്തിട്ട് ഡബ് ചെയ്യൂല. ഇപ്പം കുറച്ച് മുമ്പ് മണിയുടെ കാര്യം എടുത്തിട്ട് പോലെ ദുരിതമായിപ്പോയി. ഈ സീൻ വരുമ്പോഴത്തേക്ക് അത് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും വരും. ജയിലിലെ മോൻ വരില്ലേ, മോൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ഡയലോഗ് അറിയത്തില്ലേ, മോളെ കണ്ടുപിടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നൊക്കെ പറയണേ. കാവതാകുന്ന കാലത്ത് നീ അവിടെ തേടി പിടിച്ചുകൊണ്ട് വരണം. ഇപ്പോഴും ഇരിക്കുക ഒരു 6-7 പ്രാവശ്യം എടുത്താൻ അത് തീർത്ത്. എനിക്കത് പറയുമ്പം എനിക്ക് എൻ്റെ പിള്ളേരുമൊക്കെ ആ പ്രായമാണ്, എൻ്റെ പിള്ളേർക്കും ആ പ്രായം, അതുകൊണ്ട് പറ്റിയതാണ്. അങ്ങനെ ആയിപ്പോയി. അതിനകത്ത് ഒരു ഡയലോഗ് പറയുന്നതൊക്കെ എൻ്റെ അനുഭവത്തിലുള്ള ഞാൻ പറയുന്നുണ്ട്. കഷ്ടത്തോടെ ഒട്ടിച്ച് കഴിഞ്ഞില്ലേ, ഈ പശ വെച്ച് അച്ഛൻ പണ്ട് പിന്നെ ഇതുണ്ടായിട്ടുണ്ട്. എൻ്റെ പള്ളിയിൽ നിന്ന് അച്ഛന് സോപ്പൊട്ടി സമ്മാനം തന്നിട്ടുണ്ട്. പണ്ട് ചാച്ചൻ പള്ളിയിൽ പുൽക്കൂടുണ്ടാക്കിയിട്ട് 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്, സോപ്പൊട്ടി. നടന്ന ഞാൻ എല്ലാ ക്രിസ്മസും ഇതുണ്ടാക്കും, പുൽക്കൂട്. ഒരു മാസം തൊട്ടെൻ്റെ പണിയാണ്. ഏതെങ്കിലും അവിടെ ഇവിടെയൊക്കെ ചെന്ന് അതൊക്കെ വെട്ടി പറക്കി കൊണ്ടുവന്നിട്ട് ഈന്ത് പോലെ തെങ്ങോല പോലെയൊക്കെ സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടുവന്ന് വെട്ടി കറക്റ്റായിട്ട് മണ്ണുകൊണ്ട് കുഴച്ച് ആടിനെയും മാതാവിനെയും കർത്താവിനെയൊക്കെ ഒരു രൂപം ഉണ്ടാക്കി വൈക്കോലും ഒക്കെ ഇട്ട്. ഇപ്പം ഞാൻ ആലോചിച്ചുള്ളത് ഇവിടെ തൊട്ട് അങ്ങോട്ട് വയ്ക്കാം, കുറേ വൈക്കോലും വെട്ടി വെച്ചേക്കണം. ഞാൻ അങ്ങോട്ട് ചെന്നു അന്നേരം ആ റൂട്ടിലേക്ക് ഈ വൈക്കോലും ഒക്കെ ഇട്ട് വേദറി എത്ര കാശ് മുടക്കി അവിടെ ആരുണ്ടാക്കിയാലും എനിക്ക് അമ്മൻ കിട്ടും. അന്നത്തെ കാലത്ത് നക്ഷത്രം ഇവിടെ തെളിയുടെ നിലയല്ലേ, നമ്മുടെ ട്യൂബിൻ്റെ സ്റ്റാർട്ടറല്ലേ, പണ്ട് സ്റ്റാർട്ടർ എന്ന് പറയുന്നതാണ് ട്യൂബ്. അതേൽ സീരിയലായിട്ട് കൊടുത്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒന്ന് കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലേ. അത് കൃത്യം ഉണ്ടാക്കിയ ആളാണ് ഞാൻ. എൻ്റെ ഇലക്ട്രോണിക്സ് അല്ലേ മനസ്സിൽ കിടക്കണം. അന്ന് ഇലക്ട്രോണിക്സ് ഇല്ല, പഠിച്ചിട്ടില്ല. ഇതൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ 12-13 വയസ്സൊക്കെ ഉള്ളപ്പോഴുള്ള കാര്യം കേട്ടോ. അങ്ങനെയൊക്കെ അത് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില പടത്തിൽ നമ്മുടെ കണ്ടിട്ടുള്ളതും നമ്മൾ ചെയ്തിട്ടുള്ളതും ഒക്കെ ചില ഒക്കെ ചെയ്യും കേട്ടോ. അല്ല, അത് ഗംഭീര കഥാപാത്രമായി പറഞ്ഞ പോലെ നമ്മൾക്ക് അല്പം കണ്ണു നിറയാതെ ആ സീനോ ഒന്നും കണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ആ അവസ്ഥയിലായിപ്പോയില്ല. സ്വന്തം മോളെ കുറിച്ചൊക്കെ അല്ലേ. എന്നിട്ട് അതിനകത്ത് വേറെ സാധനമില്ലേ, എത്ര ആളിങ്ങനെ ഇരിക്കാനാണ്. അത് കുടിച്ചു എന്ന് പറയും, കഞ്ഞി കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര ഇതായിപ്പോട്ടോ. നമുക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തയാവും. 5-ാം പാതിര മിഥുൻ മാനുവൽ തോമസിന്റെ ഭയങ്കര അതൊരു ആലോചിക്കും ഭയങ്കരമാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നാണത്. കൂമലിനൊരു കളറുണ്ട്. കൂമലിനൊക്കെ അത് വേറൊരു ഫോട്ടോ കേട്ടോ. ഈ കൂമൻ ഇറങ്ങി 5-6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിലൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു കെട്ടിടത്തിൻ്റെ പണി കിടക്കുന്നിടത്ത് ഇരുമ്പ് മുറിക്കുന്ന മെഷീൻ ഭയങ്കര വർക്കിങ്ങാണ്. എന്നും പറഞ്ഞ് പറയുക. ആ ടൈമിൽ എനിക്കൊരു കോള് വന്നിട്ട് എൻ്റെ കൊച്ചാപ്പണ മോനാ മേസ്തിരി. അപ്പോൾ ഏതാ കോള് വന്ന് എടുക്കുക. ഈ കമ്പി മുറിക്കുന്നതിനടുത്ത് ഇച്ചിരി കഴിയിട്ടെന്ന് പറയുന്നത് 2-3 വന്നപ്പം എടുത്തു. ഹലോ, അസ്സലാമു അലൈക്കും. അലൈക്കും സലാം. ഞാൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ 7 സ്റ്റേഷൻ്റെ
എൻ്റെ കീഴിലാണ് ഈ സ്റ്റേഷൻ, കമ്മീഷണറാണ്, കോഴിക്കോട് കമ്മീഷണറാണ്. അപ്പോൾ നമ്മൾ അയ്യോ വലിയ എന്തായാലും സാറേ, അത് പുള്ളി ശ്രീനാഥ് വാസിനെ വെച്ചൊരു പടം ചെയ്തായിരുന്നു ഈ സാറ്. ഞാൻ പറഞ്ഞു, ഞങ്ങളിനി എങ്ങനെയാണ് പറയാം കള്ളനെ പിടിക്കുന്നത്, ഞങ്ങൾ എന്ത് പറഞ്ഞിനി കള്ളനെ പിടിക്കും, നിങ്ങളങ്ങനെ കാണിച്ചത് ആ കള്ളൻ്റെ സത്യസന്ധത അങ്ങനെ. അതൊരു വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പുള്ളിയിൽ നിന്ന് കൂടെ വരുമ്പോഴത്തേനും ആ പുള്ളി എന്തോരോ അത് ഉൾക്കൊണ്ടിട്ടവരാണ് ഇല്ലേ. അപ്പം നമുക്കൊരു ഇച്ചിരി ഗ്രേവി കിട്ടിയോ ഇല്ലേ. കാരണം അവർക്കാണ് അതിന്റെ കുറച്ചും കൂടി അറിയാവുന്നത്, അവരുടെ കഥകളെല്ലാം അറിയാവുന്നത്. ആദ്യം ഒരു കമ്മീഷണർ ചോദിക്കുകയാണ്, അങ്ങനെ ഏതെങ്കിലും റോൾ മോഡൽ ഉണ്ടായിരുന്നോ ജീവിതത്തിൽ? അങ്ങനെ ആരും കണ്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനില്ല. ഞാൻ അത് കള്ളൻ്റെ അങ്ങനെ കണ്ടിട്ടില്ല. ഒരാളുണ്ട്, പക്ഷേ ന്യായം കള്ളനാ. ഉണ്ട് ഈ കൂമലിൽ അയാൾ ചെയ്യാൻ പറ്റില്ല, പക്ഷേ അയാളുടെ സ്വഭാവത്തിൽ ഇച്ചിരി വന്നിട്ടുണ്ട്. അതായത് വീടിൻ്റെ ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ സ്വന്തം ഇങ്ങനെയൊക്കെ വട്ടം കൂടി ഇരിക്കുമ്പോഴത്തേനും ഒന്ന് ഇങ്ങനെ ഒരു മുറ്റത്തുനിന്ന് 2 പേര് പറിക്കല്ലേ മിണ്ടാതെ അത് പറിച്ച് ഒരു മിണ്ടാട്ടവും ഇല്ല പറിച്ച് പോകും. പിന്നെ ഏതെങ്കിലും ഒരു ബാലിശം ഇത് കയറി കഴിയുമ്പോഴത്തേനും വഴി സൈഡിലുള്ള ഭണ്ണാരമൊക്കെ ഇല്ല, ചെറിയ കുറ്റി. ഒരു ദിവസം ചുവന്നുകൊണ്ട് പോവുക, കൈ പിടിച്ചോണ്ട് പോവുക, ഒരു ക്ഷേത്രത്തിൻ്റെ ഭണ്ണാരം കേട്ടോ. അപ്പം കടന്നു പോകുമ്പോൾ ആൾക്കാരിങ്ങനെ കടന്നു പോകുന്നുണ്ട്. കടന്നു പോയി പുള്ളിയുടെ ഇരിക്കുന്നത് ഇതേ ഉള്ളൂ, പിടിച്ചു നിർത്തിയിട്ട് ഇതെന്താണെന്ന് ചോദിക്കണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-4 ലിറ്റർ പോയി കഴിയുമ്പോഴത്തേക്ക് ചോദിച്ചപ്പോൾ അവിടെയുള്ള അമ്പലത്തിൽ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പണ്ടര അവിടെ ഇത് കുറ്റി തത്തിച്ചുകളി ഇടയ്ക്ക് പറിച്ചിട്ടുണ്ട്, അവിടെ കൊണ്ടേ അടിച്ച് പൊട്ടിച്ച് അങ്ങനെയുള്ള കള്ളന്മാരുണ്ട്. പിന്നെ നമ്മുടെ കലാഭവൻ അനീഫിക്ക പറഞ്ഞ ഒരു ചില ആൾക്കാരുണ്ട്, അത് പരസ്യ കള്ളന്മാരാണ്. ഒരു ഇതുണ്ട്, റോഡിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു കേബിൾ ചുറ്റിക്കൊണ്ടിരിക്കുക, കാലിൽ ഇച്ചിരി ആണിയുടെ അസുഖം ചെയ്യാൻ. ഇതന്നെ അമ്മമാർ കഞ്ഞി കുടിക്കാൻ പോയില്ലേ അരമണിക്കൂറിലേ, ആ നേരം കൊണ്ട് 8 മീറ്റർ കിട്ടുവാണെങ്കിൽ അത്രയും കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കേബിളില്ലേ, ടെലഫോണിൻ്റെ കേബിള്, ആ കേബിള് ചുറ്റി എടുത്തുകൊണ്ട് പോകും. അങ്ങനെ പരസ്യകള്ളന്മാരില്ല. പക്ഷേ ഈ കള്ളൻ അതിനകത്ത് അടയിലോ എന്നാലും ചെയ്യേ, എനിക്ക് ആളുകൾ ഉള്ള വീട്ടിൽ നിന്ന് വെക്കുന്നത് എനിക്കിഷ്ടമല്ല, അല്ല ആളില്ലാത്ത വീട്ടിൽ നിന്ന് വെക്കുന്നത് എനിക്കിഷ്ടമല്ല, ആളുള്ള വീട്ടിൽ നിന്ന് വെക്കണം. അവരുടെ ഒടുക്കത്തെ ഓർക്കൊണ്ടില്ല ഇങ്ങനെ മീനും അതില്ലേ, അതൊക്കെ കേട്ടിട്ട് അത് ആ തരിപ്പോടെ മോഷ്ടിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ, അത് ആളില്ലാത്ത വീട്ടിൽ നിന്ന് കിട്ടത്തില്ല. പിന്നെ വിട്ട് തന്നായിരുന്നു ജിത്ത് സാറ്. അപ്പോൾ ഒറ്റ ടേക്കാം മറ്റേ സാധനം ഓടിക്കണല്ലേ, ആസിഫലി എത്തിപ്പിടിക്കാതെ പിടിക്കണല്ലേ. അത് രാത്രി ഒരു തോർത്ത് കിട്ടാൻ വേണ്ടി മാത്രം താമസിച്ചാൽ തോർത്ത് കിട്ടുമ്പോൾ ഒറ്റ പോക്ക് പോയി. പിന്നെ ഡബ്ബിങ്ങിൽ ഇച്ചിരി പാട് വന്നു, പറഞ്ഞപ്പോൾ പറയാന്ന് പറഞ്ഞു പോയി. പിന്നെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചാൽ സാധനം ഡബ്ബിയല്ലേ, അതും ദൈവകാരനാ. ആ പറഞ്ഞപ്പോൾ ഇതും ലിപ്പൊക്കെ ആയിട്ട് കൂട്ടിച്ചേർന്നു. ഒരു ഗാനമേള വേദിയിലല്ല, ഇവിടെ അയ്യപ്പൻ്റെ ആ പാട്ട് പള്ളിക്കെട്ട് പള്ളിക്കെട്ട് പാട്ടും കൊണ്ട് എൻ്റെ വീടിൻ്റെ ഒരു പകുതി ഭാഗം പണിതെന്ന് എനിക്കാണ്. എന്നെ ഫ്രീസേണ്ട സൗണ്ടും ഈ 2 ഇത് വെച്ചിട്ട്. പക്ഷേ ഇതൊക്കെ അങ്ങനത്തുള്ള പാട്ടുകളൊക്കെ ആ ടൈപ്പ് പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീരമണി സാറ് ഇപ്പോഴും ആ പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഇടയ്ക്കൊരു കമൻറ്റോ ഒന്ന് അനങ്ങാൻ വരെ സമ്മതിക്കാത്ത ആ പാട്ടിനെയൊക്കെ ഇട്ടാണ് ഇപ്പോൾ വിമർശിക്കുന്നത്. ഇപ്പോഴത്തെ വിമർശനം തന്നെ അത് അങ്ങനെ ഇട്ട് കാണിക്കണ്ട ആയിരുന്നു അല്ല, അത് മൊത്തത്തിൽ എല്ലാവരും പറഞ്ഞല്ലേ. വേറെ കാരണം ആ പാട്ട് അത്രയും അതിനകത്ത് ഒരു ശില്പി എന്ന് പറഞ്ഞിട്ട് മഹേഷ് ശില്പി, അതായത് ഞാൻ ചർച്ച കേൾക്കുമ്പം അങ്ങനെ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ആ ചർച്ചയിൽ പുള്ളി അല്ലേ അദ്ദേഹത്തിൻ്റെ ചർച്ച ഒരു നല്ല ഒരു മനുഷ്യത്തോളം ഓർത്താൻ അങ്ങനെ അതായത് കറക്റ്റായിട്ട് പറഞ്ഞു. ലാസ്റ്റ് ഒരു സാധനം പറയും, ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഇനി അപ്പോൾ അരുൺകുമാറാണ് ചോദിക്കുന്നത്, ഇനിയിപ്പോൾ ഈ ഇങ്ങനെ വന്ന് ഈ ഇതൊക്കെ വല്ല തെളിവ് കിട്ടുമോ, തൊണ്ടി കിട്ടുമോ, എന്താ എന്ന് പറഞ്ഞപ്പം ഇങ്ങനൊരു കാര്യം വേണ്ട, ഇവിടം വരെ അയ്യപ്പസ്വാമി എത്തിച്ചില്ലേ, അപ്പം അയ്യപ്പസ്വാമിയുടെ ഒരു സാന്നിധ്യം ഉണ്ട്, അത് കൃത്യമായിട്ടും കിട്ടും, ആ സാധനം ശരിയാവും. അങ്ങനെ ഈ ലോകത്തരി ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലുള്ള ഈ ദൈവത്തോടടുത്ത് ജീവിക്കുന്ന പേടിയും ഒക്കെയുള്ള അയ്യപ്പനെ ആശ്രയിച്ച് അയ്യപ്പൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം മേടിക്കാൻ വരുന്ന ആൾക്കാരുടെ ആ ഇടയിലാണ് അദ്ദേഹം പറഞ്ഞ് ഈ പാട്ട്, ഈ പാരഡി ഇറങ്ങിയ പാട്ട് അവിടെ ഈ ട്യൂൺ അവർക്ക് ഭാഷ അറിയാൻ പാടില്ലല്ലോ, ഭാഷ അറിയാൻ പാടില്ല. അവർ ഇത് മാലയിട്ട് കെട്ടുകൊണ്ട് വരുമ്പോഴത്തേനും പാട്ട് മറ്റിപ്പോൾ ഇറങ്ങി പാട്ടിട്ട് കഴിഞ്ഞാലും അവരതിന് ദൈവത്തിൻ്റെ പാട്ടാണെന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ കൂടുന്നത് പാട്ട് മാറിപ്പോകുമെന്നാണ് പറയുന്നത്.
അത് ശില്പി പറഞ്ഞാ ശരിയല്ലേ? അതെ അതെ അതെ, ആ ടോൺ ആ അത്രയും ടോണ് അല്ല, അതിപ്പോൾ ഏതാ ഭാഷ പറയണമെന്നറിയില്ലല്ലോ, കേൾക്കുമ്പം പള്ളിക്കെട്ടല്ലോ അവനെ. എന്തായാലും അത് വേണ്ടായിരുന്നു അല്ലേ? ആ ദൈവത്തിനെയൊക്കെ എടുത്ത് അത് തന്നെ ദൈവത്തിൻ്റെ അടുത്തൊക്കെ അക്രമം കാണിക്കുന്ന കാലം നോക്കി. ദൈവത്തിനെ നോക്കണ ആൾക്കാരൊക്കെ അല്ലേ? പക്ഷെ നമ്മൾ സാധാ ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും ആൾക്കാരങ്ങനെ ചെയ്യരുത് ഒരു ദേവാലയത്തിലൊന്നും. പിന്നെ എന്തോരം ആൾക്കാർ അവർ ആവലാതി പറയുന്ന വിശ്വാസങ്ങളൊക്കെ ആയിട്ട് വരുന്ന പിന്നെ നമ്മൾ ഈ സമയത്ത് പള്ളിയിൽ പോകണം ഇന്നോന്നൊക്കെ പറയുന്നത് ഇതല്ല. ഈ ദേവാലയത്തെ പേടിച്ചും ഭയപ്പെട്ടും അവിടെ ചെന്ന് ആവലാതി പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം തന്നെ ഞാൻ എൻ്റെ പെങ്ങളുടെ കാര്യം പറയും, ഏതൊക്കെ സ്ഥലത്ത് ഞാൻ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ വരെ താമരമാല ഇടാൻ കൊണ്ടുവരുന്നുണ്ട് എൻ്റെ കൊച്ചിന്, എൻ്റെ പെങ്ങളുടെ കൊച്ചിന്, അറിയോ? പക്ഷേ അത് ഭയപ്പാട് കൊണ്ടാണ്, രക്ഷപ്പെട്ട് വരും. അപ്പം അത് അതിനകത്തല്ല ജാതി മതം ദേശം ഭാഷ രാഷ്ട്രീയം ഒന്നും കൂട്ടിക്കുറയ്ക്കാതെ നമ്മൾ പൊതുവായിട്ടൊരു മനുഷ്യനായിട്ട് മനുഷ്യ മതമൊന്നും പറഞ്ഞിട്ടങ്ങ് പോയാൽ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പണ്ടൊക്കെ ഓണവും വിഷുവും വരാൻ വേണ്ടിയിട്ടും ഞങ്ങളുടെ പെരുന്നാൾ വന്നേക്കാളും ആഹ്ലാദം എന്നാന്നറിയോ? വയറ് നിറച്ച് ആഹാരവും ചോറും ഇതൊക്കെയാണ് നമുക്ക് തന്നെ. ഞങ്ങളൊരൊറ്റ വീടേ ഉള്ളൂ, ബാക്കി ഒരു 3-4 ക്രിസ്ത്യൻ കുടുംബവും ഹിന്ദുക്കൾ കുടുംബവും ഉള്ളൂ. ഇവരുടെ വിശേഷമൊക്കെ എല്ലാം ഞങ്ങൾക്ക് അവരാ നമ്മളെ സംരക്ഷിക്കണേ. എന്നിട്ട് ആ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഇപ്പം മാറ്റി നിർത്തി സംസാരിക്കാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കത് പറ്റിയല്ല. ഇതിനകത്തോട് ഓടണം അവർ തന്ന കഞ്ഞിയുടെ വെള്ളത്തിൻ്റെ ഉണ്ട് ചോര. അതാണ് സംഭവം. പാട്ടൊന്ന് രണ്ടുപേര് പാടാവോ? പാട്ട് ഇപ്പോൾ ഒച്ച ഇങ്ങനെ വല്ലാതെ ഇരിക്കുക, അത് എപ്പോഴും പറഞ്ഞതല്ലേ, എത്രയോ ചാനലിൽ എന്തോരം. ഗംഗൈ നദി പോൽ പുണ്യ നദിയാം പമ്പയിൽ നീരാടി ശങ്കരൻ മകനെ കുമ്പിടുവോ സങ്കടമെങ്കിൽ ഏറിടുവോ നീലിമലൈ ഏറ്റവും ശിവപാലനമേറ്റിടുവാൻ കാലമെല്ലാം നമുക്കേ അരുൾ കാവലനായിരിപ്പാർ ദേഹബലം ദ പാദബലം ദ ദേഹബലം ദ പാദബലം ദ ദേഹബലം താളെന്താളവർ വേഗത്തെ തണ്ടിടുവാൻ പാദബലം താളെന്താളവരും പാതയെ കാട്ടിടുവാൻ നല്ല പാദത്തെ കാട്ടിടുവാൻ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമറ്റേ സ്വാമിയേ. പണ്ട് റേഡിയോയിൽ പാട്ട് തീർന്നു അവർ തീർത്തുവിട്ട് ഇപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് ആ ഭക്തി അനുഭവിക്കാൻ പറ്റും. അതന്നെ ആ പാട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ആ പാട്ടൊക്കെ എടുത്തൊന്ന് പാടിയാൽ ബുദ്ധിമുട്ടൊക്കെ മാറും. ആ നമ്മുടെ ഭയങ്കര വാഹനത്തിലൊക്കെ ഉണ്ട്. വാഹനത്തിൽ പിന്നെ എൻ്റെ വണ്ടിയിലൊക്കെ ഇവരുടെ സാന്നിധ്യമൊക്കെ ഉണ്ട്. ഒന്ന് കയറി നോക്കും. നമ്മുടെ അയ്യപ്പനൊക്കെ നമ്മുടെ കൂടെയാ, നമ്മൾ കൂടെ കൊണ്ടു നടക്കണേ. നല്ല ഈശ്വര വിശ്വാസിയാണ്. എനിക്ക് അത് മാത്രമേ വിശ്വാസമുള്ളൂ ഉള്ള കാര്യം. എൻ്റെ വൈദിക കുടുംബം ഒന്നാമത്, വീട്ടിൽ ഒത്തിരി മുസ്ലിയാക്കന്മാരൊക്കെ ഉള്ള കുടുംബമാണ്. എനിക്ക് അങ്ങനെ ഞാനൊരു മതപരമായിട്ട് നമുക്ക് പറയണ്ടേ, നമ്മൾ ജനിച്ചത് ഒരു മതത്തിലാണ്. പക്ഷേ അത് സാഹചര്യം വെച്ചാൽ നമുക്കത് മറന്നൊന്നും ജീവിക്കാൻ പറ്റില്ല ആർക്കും. അതൊന്നും പറയും എനിക്ക് മതവും ഇല്ല ഒന്നുമില്ല, അങ്ങനെയൊന്നുമല്ല. എനിക്ക് എൻ്റെ മതം, അതായത് ഞങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ടേ, നിൻ്റെ മതത്തേക്കാൾ കൂടുതൽ നീ അന്യമതക്കാരെ അല്ലെങ്കിൽ മതത്തെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് ഇടവും കൊടുക്കണമെന്ന് പറയണേ. നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് പ്രിഫറൻസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള പ്രയോഗത്തിലല്ലേ ഞാൻ ഈ ഇതിൽ നിൽക്കുന്നു. പക്ഷേ എനിക്കൊറ്റ മതമുണ്ട്, മനുഷ്യമതം എന്നാണ് അതിൻ്റെ പേര്. പിന്നെ എപ്പോഴും നമ്മുടെ യാത്രയൊക്കെ ആണെങ്കിൽ അത് ഞാനൊരാളിൽ നിന്ന് പഠിച്ചതാട്ടോ, ഞാൻ പഠിച്ചതാണ്. അത് ഞാൻ ഇതിനകത്തും പറയാം. അത് ഈ കണ്ണൻ ചങ്ങനാശ്ശേരി, അതിനകത്തും ഒരു കോമഡി ഉണ്ട്. ഈ പറയുന്നതിനകത്ത് ഈ കണ്ണൻ ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പഴക്കമാണ്. കോട്ടയം സിക്സർ മിമിക്സ് എന്ന് പറയുന്ന ഒരു ട്രൂപ്പിൽ കളിക്കുമ്പം നമ്മുടെ അയ്യാച്ചൻ എഴുതിയ ഒരു ജിജിമോനുണ്ട്, അവരൊരു ട്രൂപ്പ് നടത്തായിരുന്നു. അത് അയമനത്താണ് എൻ്റെ വീട്. അവിടെ ഞങ്ങളുടെ ഓഫീസൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഓഫീസ്. ഒരു മഞ്ഞക്കാട് വരും, മഞ്ഞക്കാട്. ആ മഞ്ഞക്കാട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഓഫീസാന്ന് പറയട്ടെ, നാഗമ്പലം മൈതാനിയുള്ള കൊന്തവാഴയുള്ള ബെഞ്ച്. നാഗമ്പലം മൈതാനിയിൽ കൊന്തവാഴപ്പൂല്ലേ, വാഴപ്പൂ, അത് നിൽക്കുന്ന ആ ബെഞ്ചാണ് അവിടെ കാണണം. അപ്പോൾ കണ്ണൻ അവിടുന്ന് ചങ്ങനാശ്ശേരി എന്ന് പറയും, ഞാൻ ഇടുക്കിയിൽ വരും, കട്ടപ്പനയിൽ ജെയിംസ് വരും, ഈ ജീവനും കൂടി ഒരു പരിപാടി ഇതേ ഉള്ളൂ. നാടകമൊക്കെ നടക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ മാട്ടാന്ന് പറഞ്ഞു വേണം, മാട്ട പരിപാടി. അങ്ങനെ അത് നടക്കുന്നത്. ഈ കണ്ണൻ എപ്പോഴും ഇങ്ങനെയാണ് ഈ കാണുന്നത്.
ഇങ്ങനെ വണ്ടിയിൽ നിന്നിട്ട് എന്നാ പറയുക, ഇവൻ ഒരു അമ്പലം കണ്ട ഇത് കാണിക്കും, ഞങ്ങളുടെ പള്ളി കണ്ടു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കാണിക്കും, ക്രിസ്ത്യൻ പള്ളി കണ്ടാൽ ഇങ്ങനെ കാണിക്കും, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരു കോളേജിൻ്റെ ഫ്രണ്ടിൽ ഒരു ഏതെങ്കിലും ഒരു ഇത് നിൽപ്പുണ്ടെങ്കിൽ രൂപം ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ കാണിക്കും കേട്ടോ. അത് ഇങ്ങനെ ആയി, അത് നമ്മളിതായി, അത് അവനിൽ നിന്നും പഠിച്ചാൽ. അങ്ങനെ ഈ ഒരു ഇപ്പോൾ ഇവിടുന്ന് കണ്ണൂർ വരെ പോവുകയാണെങ്കിൽ, കണ്ണൂർക്ക് പോവുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നീ പറയുന്നില്ലേ, ഞാനിപ്പോൾ പറയാം, ദൈവത്തിനാണ് സത്യം ഞാൻ പറയാം. ഒരു ഇന്ന പള്ളി അമ്പലവും ഉണ്ടല്ലോ അങ്ങോട്ട് പോകുമ്പോൾ, എല്ലാ പള്ളികളും ഉണ്ട്, അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാണുമ്പോഴെല്ലാം ദൈവമാണ്, ആ കാണുമ്പോഴെല്ലാം ദൈവത്തെ ഓർത്തമാണ്. അതേതോ ദൈവനെ കാത്തക്കണം തമ്പുരാനെ, ആ തമ്പുരാനെ കാത്തേക്കണമെന്ന് പറഞ്ഞാൽ ഏത് ആരുടെ തമ്പുരാനും ആയിക്കോട്ടെ, നമുക്ക് വിവേചനമില്ലേ. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ മിക്കവാറും കൊണ്ട് തന്നെത്താനെ വണ്ടിയൊക്കെ ഓടിക്കുവാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു പിടിച്ചൊക്കെ പോകും. അങ്ങനെ കോഴിക്കോടിന് ഈ ജോക്സിൻ്റെ ട്രൂപ്പ് പോകുമ്പം കണ്ണൻ സ്ഥലം കണ്ടു വെച്ചേക്കുക. അതിന് മുമ്പേ ആ സ്ഥലം എത്താറാകുമ്പോൾ അതിന് മുമ്പേ ഇച്ചിരി കൂടുതലല്ല, അതായത് ഇതല്ലാതെ ഒന്ന് എഴുന്നേറ്റിങ്ങനെ വണ്ടിക്കകത്ത് ഒന്നുമില്ലേ, കുറേ ഇങ്ങനെ വീടിൻ്റെ ഈ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നിട്ട് അതിൽ നിന്നൊരു കൂമ്പ്, ഇവിടെ ഒരു വലിയൊരു കൂമ്പ്, അതിനകത്ത് വലിയ ഇങ്ങനെയൊക്കെ വന്നിട്ടൊരു കെട്ടിടമാണ്. അതൊരു ഗൾഫുകാരൻ്റെ കെട്ടിടമായിരുന്നു. കോഴിക്കോട് എത്താറായിക്കുമ്പോൾ റൈറ്റ് സൈഡിലിരിക്കുന്ന ഒരു കെട്ടിടം നിങ്ങൾ പോയിക്കോ, കോഴിക്കോട് എത്താറാകുമ്പോൾ കുറേ ഇങ്ങനെ ഉരുണ്ടിട്ട് കൂമ്പ് വീഴ, അതിന് വീണ അതിന് ഇങ്ങനെ കാണിച്ചു. പക്ഷേ അവനത് ദൈവത്തിൻ്റെ ഏതോ ദൈവത്തിൻ്റെ വീടാന്ന് എഴുതി കാണിച്ചാൽ. പക്ഷെ ഞാൻ കുറ്റം പറയണ്ട, അവൻ പെണ്ണാടാ വീടെന്ന് അറിഞ്ഞ്. ഇപ്പം ഇത് കേൾക്കുമ്പോൾ കണ്ണെന്ന് നോക്കിയോട്ടെ, കണ്ണൊക്കെ അറിയുന്നത് ഇതറിയും. ഇന്നത്തെ പിള്ളേർ ഇച്ചിരി കൂടുതൽ അതിനകത്ത് ഇൻവോൾവ് ആവുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇന്നത്തെ കുട്ടികളുടെ ഈശ്വരഭക്തിയോടെ വളരണം. അതന്നെ, അതൊക്കെ ആ കാലം കുറച്ച് ആ ഭക്തിയിലേക്കൊക്കെ വരാൻ പറ്റുന്നില്ല ഇപ്പം പിള്ളേർക്കൊന്നും. ചിന്താഗതിയൊക്കെ മാറിപ്പോവുക. 8, 9 ഒക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ അക്രമത്തിലേക്കൊക്കെ വരുന്നു. അവരെ എന്തെങ്കിലും ഒന്ന് ശാസിച്ചാൽ ആ അച്ഛൻ ശാസിക്കൊണ്ട് വരുന്നു. അമേരിക്കൻ കൺട്രി പോലെയാണ്. വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പിള്ളേരുടെ പൊന്നു മക്കളെ വഴക്കുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് നിൽക്കാനേ പറ്റുള്ളൂ. ഇതിന് വഴക്കുണ്ടാക്കിയേ എൻ്റെ അച്ഛനും വേണ്ടി കൊല്ലാൻ പോകട്ടെ, സാറ് കൂടി വന്ന് പറയും എസ്ഐനെ വിളിച്ചു പറയും അവരുടെ എന്ന്. വീട്ടിലും സ്കൂളിലും ചൂരലിൻ്റെ അംശം മാറിയോ അന്ന് തൊട്ട് പിള്ളേർ വേറെ റൂട്ടായി. സ്വയം ഞാൻ തീരുമാനിക്കണം ഞാൻ എന്തായി തീരണമെന്ന്, ഇല്ലേ? ഉപദേശിക്കാം, ഒക്കെ ചെയ്യാം. ഉപദേശം ഏറ്റുവാങ്ങി അത് പ്രാവർത്തികമാക്കേണ്ട ആരാ? ആ ആൾ. അങ്ങനെ അയാൾ തീരുമാനിക്കണം. ഉന്തി മരത്തേക്ക് കയറ്റിക്കഴിഞ്ഞാൽ കൈയെടുത്താൽ ഡിമ്മ് താഴെ പോരും. അപ്പോൾ ഉന്തി മരത്തേക്ക് കയറ്റരുത്, നമ്മൾ തന്നെ ചിന്തിക്കണം. കുറച്ചൊക്കെ കാര്യവിവരങ്ങളൊക്കെ നമ്മളെ പൊതുവായിട്ടും കൂടെ അറിയണം, കുറച്ച് വാർത്ത കേൾക്കണം, കുറച്ച് പുസ്തകം വായിക്കണം, പിന്നെ നല്ല ആൾക്കാരുമായിട്ട്, നല്ല ചിന്താഗതിയുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുവേണം. അങ്ങനെ അറിവ് കിട്ടുമ്പോഴാണ് ജീവിതത്തിൻ്റെ ഘട്ടങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ചുമ്മാ ലാലാവാടി കുറച്ച് പൈസ കിട്ടി പണിയെടുത്തു, അത് കൈ തീർത്തു, കുറേ പേര് ചീത്തയും തെറിയും പറഞ്ഞു, അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ബഹളവും വെച്ചുകൊണ്ട് നടന്ന കുടുംബവും ഇല്ല, കുഞ്ഞുമില്ല, ഇങ്ങനെയൊക്കെ. അതൊന്നുമല്ല.